കുലച്ചവാഴയും കായ്ബലമുള്ള കമ്പും വെട്ടിനിർത്താൻ കാണിച്ച ശുഷ്കാന്തിയുടെ ഒരംശമെങ്കിലും KCB ജീവനക്കാർ ഇവിടെ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു കുരുന്നു ജീവൻ പൊലിയില്ലായിരുന്നു. ഒരു കുടുംബത്തെ തീരാദുഃഖത്തിലേക്ക് തള്ളിവിടില്ലായിരുന്നു. സ്കൂൾ അധികൃതർക്കൊപ്പം KCB ഉദ്യോഗസ്ഥരുടെയും അക്ഷന്തവ്യമായ അനാസ്ഥയുടെ നേർചിത്രമാണ് കൊല്ലം തേവലക്കരയിൽ ഇന്നലെയുണ്ടായ ദാരുണ സംഭവം. എത്രയോ നാളായി അപകടകരമായ രീതിയിൽ താഴ്ന്നു കിടന്നിരുന്ന ഈ വൈദ്യുതി ലൈൻ ഒരു KCB ജീവനക്കാരന്റെയും കണ്ണിൽ പെടാതിരുന്നത് അത്ഭുതകരമാണ്. സ്കൂൾ അങ്കണത്തിലൂടെ കടന്നുപോകുന്ന ഈ വൈദ്യുതി ലൈൻ കണ്ടാൽ തോന്നുക ഒരു KCB ജീവനക്കാരനും അടുത്ത കാലത്തൊന്നും ഇതുവഴി സഞ്ചരിച്ചിട്ടില്ല എന്നാണ്. കോതമംഗലം വാരപ്പെട്ടിയിൽ 406 കുലച്ച വാഴകളാണ് KCB ഉദ്യോഗസ്ഥർ നിഷ്കരുണം വെട്ടി നിരത്തിയത്. 2023 ഓഗസ്റ്റ് 4-നായിരുന്നു ഒരു കർഷകന്റെ നെഞ്ചു പിളർക്കുന്ന തരത്തിൽ KCB ഉദ്യോഗസ്ഥർ ക്രൂരത കാട്ടിയത്. 220 kV ലൈനിന്റെ സംരക്ഷണത്തിനായിരുന്നു ഈ അമിതാവേശം. ടച്ചിങ് വെട്ടലിന്റെ പേരിലായിരുന്നു യാതൊരു മുന്നറിയിപ്പും നൽകാതെയുള്ള പരാക്രമം. വാരപ്പെട്ടി ഇളങ്ങമം കണ്ടമ്പാറ ഇറിഗേഷന് സമീപം കാവുംപാറ തോമസിന്റെ അരയേക്കറിലെ വാഴകളാണ് വെട്ടി നശിപ്പിച്ചത്. 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് തോമസിന്റെ മകൻ അനീഷ് പറഞ്ഞിരുന്നു. ഒരു വാഴയുടെ ഇല ലൈനിൽ മുട്ടി എന്നതായിരുന്നു കാരണം. കാസർഗോഡ് പുത്തികെ ഉജംപദവ് ചക്കണഗയിലെ B ബാലസുബ്രഹ്മണ്യ ഭട്ടിന്റെ കായ്ഫലമുള്ള 30ഓളം കമുകുകൾ KCB ഉദ്യോഗസ്ഥർ വെട്ടി നശിപ്പിച്ചത് ഈ വർഷം ഫെബ്രുവരി അവസാന ആഴ്ചയിലാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചായിരുന്നു KCB ഉദ്യോഗസ്ഥരുടെ വിളയാട്ടം. വൈദ്യുതി പോസ്റ്റ് ചെരിഞ്ഞതുമൂലം ലൈൻ ഒരു കമുകിൽ മുട്ടുന്നത് ബാലസുബ്രഹ്മണ്യ ഭട്ട് തന്നെ KCB ഓഫീസിൽ അറിയിച്ചിരുന്നു. എന്നാൽ നിസ്സാരമായി പരിഹരിക്കാമായിരുന്ന കാര്യമായിരുന്നിട്ടും അതിന് മുതിരാതെ KCB ഉദ്യോഗസ്ഥർ ബാലസുബ്രഹ്മണ്യ ഭട്ടിനെ അറിയിക്കാതെ അതിക്രമം കാട്ടുകയായിരുന്നു. കാഴ്ച നിന്ന കമുകളുടെ മണ്ട വെട്ടിമാറ്റിയ കാഴ്ച ഏറെ സങ്കടകരമായിരുന്നു. ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും KCB ഉദ്യോഗസ്ഥർ അതിക്രമങ്ങൾ കാട്ടിയിട്ടുണ്ട്. സാധാരണക്കാരും ദരിദ്രരും അടക്കം നൽകുന്ന പണം ഉപയോഗിച്ച് മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും പറ്റുന്ന KCB ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ മനുഷ്യത്വഹീനവും ഉത്തരവാദിത്തരഹിതവുമായി പെരുമാറുന്നത് വലിയ ജനരോഷത്തിന് ഇടയാക്കുകയാണ്. കാറ്റും മഴയും മറ്റും ഉണ്ടാകുമ്പോൾ രാപകൽ അധ്വാനിച്ച് വൈദ്യുതി തകരാറുകൾ പരിഹരിക്കുന്ന വലിയൊരു വിഭാഗം ജീവനക്കാർ KCBക്കുണ്ട്. അവർക്ക് കൂടി മാനക്കേടുണ്ടാക്കുന്നതാണ് ചിലരുടെ അവിവേകവും ജാഗ്രത കുറവും. കുറ്റക്കാരെയും വീഴ്ചകൾ വരുത്തുന്നവരെയും സംരക്ഷിക്കാതെ മാതൃകാപരമായി ശിക്ഷിക്കുക എന്നതാണ് ഇത്തരം ദുഷ്പ്രവണതകൾ ഇല്ലാതാക്കാനുള്ള മാർഗം. അതിനാൽ കൊല്ലം തേവലക്കരയിൽ അശ്രദ്ധമായി വൈദ്യുത ലൈൻ താഴ്ന്നു കിടക്കാനിടയായ സംഭവത്തിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ മാതൃകാപരമായി ഇടപെടുമെന്ന് പ്രതീക്ഷിക്കാം. സ്കൂൾ അധികൃതരുടെ വീഴ്ചയും പൊറുക്കാവുന്നതല്ല. അനധികൃതമായി ഷെഡുണ്ടാക്കുകയും അപകടകരമായി വൈദ്യുത ലൈൻ കടന്നു പോകുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്ത സ്കൂൾ അധികൃതർക്കും തക്കതായ ശിക്ഷ ഉറപ്പാക്കണം. ഭരണത്തിന്റെയും യൂണിയന്റെയും സംരക്ഷണത്തിന്റെ തണലിൽ കുറ്റക്കാർ രക്ഷപ്പെടാൻ ഇടയാകരുത്. സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചകൾ സംസ്ഥാനത്ത് തുടർക്കഥയാകുന്നത് ആശ്വാസ്യമല്ല. അപകടാവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ടും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിലേക്ക് ആളുകൾക്ക് പ്രവേശനം തടയാതിരുന്നതും ഇതുപോലൊരു വീഴ്ചയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യത്തിന് ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ വലിയ കാലതാമസം ഉണ്ടായത് ഒരു ഡോക്ടർ വേദനയോടെ പങ്കുവച്ചപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത് സിസ്റ്റത്തിന്റെ തകരാറെന്നാണ്. ഈ സിസ്റ്റം തകരാർ പല വകുപ്പുകളിലും ഉണ്ടെന്നാണ് ഇപ്പോൾ വെളിപ്പെട്ടു വരുന്നത്. ഈ സിസ്റ്റം തകരാർ പരിഹരിക്കാൻ ഇനിയും ജീവനുകൾ പൊലിയാൻ കാത്തു നിൽക്കരുത്.